നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു കോളേജിൽ നിൽക്കണേന്ന്. ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം നേരെ തന്നെ വീഡിയോ എടുക്കേണ്ടിയിരുന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കിറ്റീനെ എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ലൈക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സ് ആക്കിയിട്ടാണ് വിചാരിച്ചത്. ഇന്നലെ ഞാനത് അപ്ലോഡ് ചെയ്തു ഷോർട്സ് ആക്കിയിട്ട്. പക്ഷേ നെറ്റ് ഇഷ്യൂ കാരണം അത് അപ്ലോഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇട്ടിടാം. എന്തായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാണ്. ഒരു ദിവസം എനിക്ക് കൂട്ട് വേണം തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പെറ്റിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അത് ഞാൻ പട്ടീനെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പൂച്ചേനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ആൾ പേഷ്യൻ ക്യാറ്റിനെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ ഓൺ ദി സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞു ഒരു പൂച്ചനെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതൊക്കെ കളറുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓറഞ്ച് വൈറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റ് എന്ന് കണ്ടപ്പോൾ എൻ്റെ മെൻ്റൽ വൈറ്റാണ് എൻ്റെ ഒരു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്നിട്ട് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മാസം കഴിയിട്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടുകാരോട് ഒന്നും പറയാനാണ് ഓൺ ദി സ്പോട്ടിൽ ആളെ വിളിച്ച് പറഞ്ഞത്. ഓർക്കണം എന്നുവെച്ചാൽ സമ്മതമൊന്നുമില്ലയോ, എനിക്ക് തോന്നി അങ്ങോട്ട് വിളിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ കിടന്ന് കരച്ചിലും വീഴ്ചയിലായിരുന്നു. കാരണം വാങ്ങാൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം എൻ്റെ പാരൻസ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. കിറ്റിക്കുള്ള ഒരു സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല. ലൈക്ക് അവൾക്ക് ഇടാനുള്ള കൂട്, കളിപ്പാട്ട, ഫുഡ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. നേരെ ഒരു മാസം കഴിഞ്ഞു അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങളവിടെ വീട്ടിലെത്തി. അപ്പോൾ 2 പൂച്ച ഉണ്ടായിരുന്നു, ഒന്ന് ഓറഞ്ച് വൈറ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുളിപ്പിച്ച് കുട്ടപ്പിയാക്കിയിട്ട് വെച്ചേക്കുക. അപ്പോൾ എൻ്റെ കണ്ണുടക്കിയത് വൈറ്റിലായിട്ടാണ് കിറ്റിയിലെടുക്കായത് കണ്ണുടക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റിനെ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അവർ കുറച്ച് ഫുഡ് തന്ന് വിട്ടുകൊണ്ട് ഭാഗ്യം. വീട്ടിലോട്ട് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവർക്ക് ആകെ ഭയങ്കര ടെൻഷനായിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പിടിക്കുമല്ലോ എന്തായാലും മിങ്കിളാവാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. എന്നാലും കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് കമ്പനിയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ രാത്രി ഞാൻ നല്ലപോലെ ബുദ്ധിമുട്ടി. കാരണം അവൾക്ക് കൂട് വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ റൂമിലാട്ടോ കിടത്തിയെ ആളെ. എന്നിട്ട് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി. കാരണം അതിരാവിലെ അതിരാവിലെ 12 മണി, 1 മണി, 2 മണിയൊക്കെ ഇയാളെ പുറത്ത് കൊണ്ടുപോവാം. ലൈക്ക് പണി വാങ്ങിച്ച് തരലില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളെ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോവാം. ആരുമില്ല ആ സമയത്ത്, ആരുമില്ല. എന്നിട്ട് രാത്രി ആ പൂച്ച മാത്രം ഒറ്റയ്ക്ക്. എന്നിട്ട് വീണ്ടും എൻ്റെ റൂമിൽ കൊണ്ടുപോയി ആളെ കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാനും അച്ഛനും കൂട്, അവൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഫുഡ്, ടോയ്സ്, എല്ലാ സാധനം പിറ്റേ ദിവസമാണ് വാങ്ങുന്നത്. കിറ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഇവൾ ആദ്യം ഫസ്റ്റായിട്ട് മുങ്ങിയ സമയത്ത് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വന്ന്. അവൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ചാടി. ഞാൻ വിളിച്ചിട്ട് അത് ഇപ്പുറത്തോട്ട് ചാടി. അങ്ങനെ ഓക്കെ. പിന്നെ ഒരു ദിവസം അങ്ങോട്ട് പോയി. അവൾ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നത്. അന്നേരം അതിന് മുമ്പൊക്കെ ഞാൻ കുറന്ന് കരച്ചിലായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിലുള്ള മിക്കവരും കാരണം പൂച്ചകളെയാണ് കൂടുതൽ വളർത്തിയിട്ടുള്ളത്. അത് നാടൻ പൂച്ചകളെ വളർത്തിയിട്ടുള്ളത്. എൻ്റെ അമ്മ കുറേ എണ്ണത്തിന് വളർത്തിയിട്ടുണ്ട് നാടൻ പൂച്ചകളാണ്. ഇതും നമ്മളൊരു പേഷ്യൻ ക്യാറ്റിൻ്റെ ഫസ്റ്റ് ടൈമാണ് വളർത്തുന്നത്. കഴിഞ്ഞിട്ടുള്ളൊരു ടെൻഷനൊക്കെ പോയിട്ട് ഇനി വരുമോ, അത് ആ വഴി പോയാൽ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലേ, അതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോയിട്ട് വരും എന്നൊക്കെ തോന്നി. അവസാനം ഒരു ദിവസം ഇവള് നീണ്ട പോയി. അവിടെ ഒരു 5 മണിക്ക് ആയ സമയത്ത് പോയാൽ വിചാരിച്ചൊരു 6 മണിയൊക്കെ ആകുമ്പോൾ വരും, ഇട്ടേക്ക് കാര്യമാക്കില്ല. പിറ്റേ ദിവസം രാവിലെയായിട്ടും വന്നില്ല. ഒരു 1 മണി 2 മണിയായിട്ടൊന്നും വന്നില്ല. രാത്രിയിൽ ഞാൻ കരച്ചിലായിരുന്നു. എന്നിട്ട് ഒരു 6:30 ആയ സമയത്ത് ഒരു വെള്ള സാധനം കയറി വരും. ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. കാരണം ഞങ്ങൾക്ക് മിട്ടു എന്ന് പറഞ്ഞൊരു പട്ടിയില്ല, അപ്പോൾ ആളായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് അത് കിറ്റിയാണ്. ഞാൻ അവൾക്ക് 2 തല്ല് കൊടുത്തു പാകത്തിന്. പിന്നെ എനിക്കിവിടെ ടെൻഷനാവും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ആൾക്ക് വഴി തെറ്റും.
അറിയത്തില്ല, അതുകൊണ്ട് വഴി വരും. അതുകൊണ്ട് വെളിയിൽ അത്ര ഇറക്കുന്നില്ല. ഇവിടെ ആയതുകൊണ്ട് അവിടെ ആണെങ്കിൽ തുറന്നു വിടും. ഇവിടെ മറ്റേ തല്ലി പിടിച്ചിട്ട് എല്ലാ തിരിച്ചും കൂടെ തന്നെ വരും, കുഴപ്പമില്ല. അവിടെ എനിക്ക് പേടിയില്ല, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇച്ചിരി പേടിയുണ്ട്, കാരണം ഇവിടെ നിറച്ച് പട്ടികളും നിറച്ച് പൂച്ചകളും ഉണ്ട്. പൂച്ചകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലാറ്റ് ആവുന്ന സാധനമാണ് എൻ്റെ ഇരിക്കുന്നത് മുതൽ. അപ്പോൾ അവിടെ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് ഇവിടെ വിടാൻ. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇവിടെ പുറത്തിറങ്ങാറുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് കുഴപ്പമില്ല, ഇവിടെ ഒരു ചെറിയൊരു ടെൻഷൻ. ഇവിടെ പരിചയമാവണ വരെ അത്ര പുറത്ത് വിടണ്ട. ലൈക്ക് പരിചയമായി കഴിഞ്ഞാൽ തുറന്ന് പോയിക്കോട്ടെ, കുഴപ്പമില്ല, പോയിട്ട് തിരിച്ചു വരുമല്ലോ. അങ്ങനെയാണ് എനിക്ക് ആ മുതലിനെ കിട്ടിയത്. ആ മുതൽ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാത്തത്. ഉറക്കത്തിൽ നിന്ന് പിടിച്ചെനിപ്പിച്ചാൽ ഇവിടെയും കിട്ടും ഇവിടെയും കിട്ടും, എല്ലാം കിട്ടും. മാന്തും കടി കിട്ടും ഇതിൻ്റെ കൂടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. Please like and subscribe.